ഇന്നത്തെ നമ്മളുടെ അതിഥി നമ്മളുടെ എല്ലാവരും പ്രിയങ്കരൻ എന്ന് പറഞ്ഞാൽ പോരാ, എന്താ പറയുക, പറയാൻ വാക്കുകളില്ല അദ്ദേഹത്തെക്കുറിച്ച്. നമ്മളുടെ സ്വന്തം ജയറാമേട്ടനാണ്. ശബരിമലയ്ക്ക് പോണ വഴിക്ക് നമ്മളുടെ കൂടെ ഒന്നുകൂടിയുണ്ട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. സോ നമസ്കാരം ജയറാമേട്ട. നമസ്കാരം. സ്വാമി ശരണം. അപ്പോൾ ജയറാമേട്ടൻ്റെ വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ നമ്മളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാം. ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസ് ആവുകയാണല്ലോ മൈലാഞ്ചി മഞ്ചുള്ള വീട്. മൂവിനെ കുറിച്ച് തന്നെ പറയാം. മൈലാഞ്ചി മഞ്ചുള്ള വീടിനെ കുറിച്ച് ഞാൻ എങ്ങനെ പറഞ്ഞു തുടക്കണമെന്ന് എനിക്കറിയില്ല. കാരണം പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലത്താണ്. കുട്ടിക്കാലത്ത് ഓണത്തിനും അല്ലെങ്കിൽ വിഷുവിനും മാത്രം ഉദയയുടെ സിനിമകൾ വരും. സിനിമകളെന്ന് പറയുമ്പോൾ നമ്മളെന്താ വെച്ചാൽ ഒരു ഉത്സവ പ്രതീതിയാണ് ആ സിനിമകൾ വരുമ്പോൾ. പ്രേം നസീറും ഷീലാമ്മയും ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകളും നല്ല പാട്ടുകളും അങ്ങനെ ഒരു വളരെ വലിയ ക്യാൻവാസിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണാം, നല്ല പാട്ടുകൾ കേൾക്കാം, നല്ല ഡാൻസ്, അങ്ങനത്തെ ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുന്ന സിനിമ. അതിന് കുട്ടിക്കാലം തൊട്ട് കാത്തിരിക്കാറുണ്ട്. അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെയാണ് പറയേണ്ടി വരും. ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള സിനിമയാണ്. പിന്നെ ഇത്രയും അധികം ഒരു ആർട്ടിസ്റ്റുകൾ ഒരു ഫ്രെയിമിലുള്ള അല്ലെങ്കിൽ ഇത്രയും കളർഫുൾ ആയിട്ടുള്ളൊരു സിനിമ ഞാനേ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏത് ഭാഗം തൊട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട്, അതുപോലെ തന്നെ ജയറാമേട്ടൻ്റെ ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു, എന്താ പറയുക, ഇങ്ങനെ രണ്ട് തലത്തിലുള്ള? സത്യം പറഞ്ഞാൽ ഞാനിതൊരു തമാശയ്ക്ക് വേണ്ടി പറയുന്നല്ല, വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, അനുഭവമല്ല, എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ മധുസാറ് ജൂനിയറും ഞാൻ അതിനേക്കാൾ അങ്ങനെ. കാരണം വെച്ചാൽ പുതിയ തലമുറയിലെ കുട്ടികളുടെ കൂടെ അവരുടെ കയ്യിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ അതാണ്. ഇപ്പോൾ പുതിയ തലമുറയിൽ ഇതിനകത്തുള്ളത് ആസിഫ് അലിയാണ്. ബാക്കി ഞങ്ങളെല്ലാവരും തന്നെ, ഇപ്പം ഞാനായാലും സിദ്ദിഖായാലും ബാബുരാജായാലും അല്ലെങ്കിൽ ബാക്കി കൂടെ അഭിനയിക്കുന്ന ഒരുപാട് പേരായാലും ഞങ്ങളുടെ കൂടെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മധുസാറുണ്ടെങ്കിലും, അപ്പം ഞങ്ങളൊക്കെ ഇത്ര പുതിയ പുതിയ ആൾക്കാരെ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ സിനിമ തന്നിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. കാരണം 10-60 ദിവസം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ മൈലാഞ്ചി മഞ്ചുള്ള വീടിനകത്ത് ഞങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം ഒരുമിച്ച് പങ്കുവയ്ക്കാൻ സാധിച്ചു. അത് മധുസാറ് തൊട്ട് ആസിഫ് അലി വരെയുള്ള ഞങ്ങളെല്ലാവരും ആ സന്തോഷം തന്നെയായിരിക്കാം ഒരു പക്ഷേ ഈ ചിത്രം ഒരു വിജയമാവുന്നുള്ള ഞങ്ങളുടെ ആ സന്തോഷം തീർച്ചയായിട്ടും സിനിമയ്ക്കകത്തുണ്ടാവും. അത് പബ്ലിക്കിന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജയറാമേട്ടൻ്റെ ഇതിലെ ക്യാരക്ടർ ഒരു പ്രൊഫസറിൻ്റെ അല്ല, ഇതിനകത്ത് മമ്മൂട്ടി, ഡോക്ടർ മമ്മൂട്ടി. ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും ആദ്യം ഈ ചിത്രത്തിൻ്റെ പേര് ഡോക്ടർ മമ്മൂട്ടി എന്നാണ് ഈ ചിത്രത്തിന് പേരിടാനിരുന്നത്. അപ്പോൾ പിന്നീടാണ് പെട്ടെന്ന് ഡോക്ടർ മമ്മൂട്ടി എന്ന് പേരിടുമ്പോൾ ഇത് മമ്മൂട്ടിയുടെ ജീവിതകഥയാണോ അതാണോ എന്തെങ്കിലും ഇനി അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂക്ക തന്നെയാണ് പറഞ്ഞത് ഡോക്ടർ മമ്മൂട്ടി എന്നുള്ള പേര് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതാണ് മൈലാഞ്ചി മഞ്ചുള്ള വീട് എന്നിട്ട്. പക്ഷേ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നാണ്. ഡോക്ടർ മമ്മൂട്ടിയും റിയൽ ലൈഫിൽ ആക്ടർ മമ്മൂട്ടി തമ്മിൽ എന്താണ് അതിനകത്തൊരു റിലേഷൻ എന്നുള്ളത് ഞാൻ പറയില്ല, അത് സിനിമ കണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ബാക്കി അതിനകത്ത് എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള ഒരു ത്രെഡ് ഉണ്ടാവുമല്ലോ. ത്രെഡ് മീൻസ് ഇത് ഒരു വലിയ തറവാട്, ഒരു മുസ്ലിം തറവാട്ടിൽ. ഇപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയ ഒരു വളരെ വൻ ഹിറ്റായ ഒരു സിനിമയാണ് തട്ടത്തിൻ മറയത്ത്. അതേപോലെ തട്ടത്തിൻ മറയത്ത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ 1% മുകളിലൊരു വലിയ തറവാട്, വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലിയാണ്. അപ്പോൾ അവിടുത്തെ കാരണവരാണ് മധുസാറ്, അദ്ദേഹത്തിൻ്റെ മകനാണ് സിദ്ദിഖ. അപ്പോൾ അവരെല്ലാം ഒത്തൊരുമിക്കുന്ന ഒരുപാട് അംഗങ്ങളുള്ള ആ കുടുംബത്തിലേക്ക് എത്തുന്നൊരു അതിഥിയാണ് ഞാൻ, ഡോക്ടർ മമ്മൂട്ടി. അത് എന്ത് കാരണം കൊണ്ടാണ് എത്തുന്നത്, എന്തിനാണ് അവിടെ എത്തുന്നത്, ഞാൻ വന്ന ശേഷമുള്ള എൻ്റെ എയിം എന്താണ്, അതൊക്കെ കഥയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അത് ആ കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഇത്തരത്തിലുള്ളൊരു രസകരമായിട്ടുള്ളൊരു സിനിമയിൽ, ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള സിനിമയിൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അഭിനയിക്കുന്നത്. ജയറാമേട്ടൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഈസി ഗോയിങ് ആയിട്ടുള്ള വളരെ ലാഘവത്തോട് ഹാൻഡിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്യാരക്ടറിൽ ജയറാമേട്ടന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്നതോ അതോ അങ്ങനത്തെ യാതൊന്നുമില്ല. ഇത് വളരെ ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള സിനിമ. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടു ലാസ്റ്റ് ഹിലേറിയസ് ആയിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമ. സിറ്റുവേഷണൽ ഹ്യൂമറാണ്.
പിന്നെ കളർഫുള്ളായിട്ടുള്ള പാട്ടുകൾ, എല്ലാം കൊണ്ടും ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്കും കുടുംബത്തോടൊപ്പം ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിരിക്കാവുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ്. അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാം. ഒരു ഫുള്ളി ഫാമിലി എൻ്റർടൈനർ. ഫാമിലി എൻ്റർടൈനർ. പാട്ടുകൾക്ക് എത്ര പ്രാധാന്യമുണ്ട്? പാട്ടുകൾക്കാണ് ഇതിനകത്ത് ഒരുപാട് പ്രാധാന്യം. കാരണം ഇതിനകത്ത് റഫീഖ് അഹമ്മദിൻ്റെ വരികളാണ്, അഫ്സൽ യൂസഫാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്, 3 പാട്ടുകൾ. അത് അത്ര മനോഹരമായിട്ടാണ് ബൃന്ദ മാസ്റ്ററും ശാന്തി മാസ്റ്ററൊക്കെ അത് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ഇത് ഓൾറെഡി യൂട്യൂബിലൊക്കെ ഈ സോങ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തായിട്ട് എനിക്ക് ഇത്രയും അധികം ആളുകൾ പാട്ട് നന്നായി, ജയറാമേട്ടൻ ഭയങ്കര ഭംഗിയായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു, ഇത്രയേറെ ഒരു കത്തുകളും മെസ്സേജുകളും ഒക്കെ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. കുറേ കാലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പാട്ടുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഫെസ്റ്റീവ് മൂഡോ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറോ അങ്ങനെ ഒരു എല്ലാവരുടെയും കൂടെ ഒരു ഒത്തൊരുമയായിട്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ എടുത്ത് പറയേണ്ടത് വെച്ചാൽ 2 പേരുകൾ വളരെ എടുത്ത് പറയേണ്ടത്. ഒന്ന്, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, അതായത് പൈസ നോക്കാതെ, അതായത് ഒരു കച്ചവട ഇത് നോക്കാതെ ഒരു നല്ല സിനിമ ഉണ്ടാവണം, ഒരു വലിയ സിനിമ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് വന്നതിൻ്റെ പ്രൊഡ്യൂസർ ഹനീഫ. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു 2020 മലയാളത്തിൽ എല്ലാ നടന്മാരെയും വെച്ചെടുത്തൊരു സിനിമ. ആ സിനിമയ്ക്ക് പോലും ഇത്രയും കോസ്റ്റായിട്ടുണ്ടാവില്ല, അത്രയ്ക്കും കോസ്റ്റായ സിനിമയാണ് അത്. ഓരോ ഫ്രെയിമും അത്ര കളർഫുള്ളാക്കാൻ അതിന് എന്താണോ ആവശ്യം, അതിന് ഇത്ര ലൈറ്റുകൾ വേണം, അല്ലെങ്കിൽ ഇത്ര കോസ്റ്റ്യൂംസ് വേണം, ഇത്ര ഡാൻസേഴ്സ് വേണം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഗേൾസിനൊക്കെ ബോംബെയിൽ നിന്ന് കൊണ്ടുവരണം, അങ്ങനെ എന്തുണ്ടെങ്കിലും മോഡൽസിനെ കൊണ്ടുവരണം, ഒന്നിനു പോലും ഒരു നോ എന്ന് പറയാതെ ഇതിൻ്റെ പുറകിൽ നിന്ന് ഹനീഫ. പിന്നെ ഇത്തരം ഈ ഒരു സിനിമ ഉണ്ടാവാൻ കാരണക്കാരായിട്ടുള്ള സിബി ഉദയൻ എന്ന് പറയുന്ന റൈറ്റേഴ്സ് 2 പേരും, അവരാണ് ഇത്രയും ഒരു സിനിമ. പിന്നെ അവരുടെ സിനിമകളെല്ലാം തന്നെ കൊണ്ടുപോയി തമാശകളിൽ കൊണ്ടുപോയി പല കോർത്തിണക്കി അവിടെ നിന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോകുന്ന സ്ക്രിപ്റ്റാണ്. അതേപോലെ തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഇല്ലെങ്കിലും വളരെ രസകരമായി കൊണ്ടുപോയിട്ടുള്ളൊരു സിനിമയാണിത്. പിന്നെ അവർ ഉദ്ദേശിച്ച സിനിമ അതേപോലെ ഫ്രെയിമിൽ കൊണ്ടുവന്ന ഇതിൻ്റെ ഡയറക്ടർ ബെന്നി തോമസ്. കാരണം എൻ്റെ അടുത്ത് ഫസ്റ്റ് കഥ പറയുമ്പോൾ ആരാണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ പെട്ടെന്ന് ഏറ്റവും ഒരു സീനിയർ ആയിട്ടുള്ള ഡയറക്ടർ പേര് പറയും എന്നാലോചിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ബെന്നി എന്ന് പറയുന്ന പുതിയ ആളാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും ടെൻഷനായിരുന്നു, ഒരു പുതിയ ആളെ കൊണ്ട് ഇത്രയും വലിയ സംഗതി അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ബെന്നി വളരെ മനോഹരമായി ചെയ്തു എന്നുള്ളതാണ്, അത്ര രസകരമായി ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രെഡിറ്റിന് എത്രയോ ശതമാനം അവകാശപ്പെടാവുന്ന ബെന്നിക്ക് കൂടിയാണ്. പിന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റാർ കാസ്റ്റ് ഒത്തു കിട്ടിയത് ഞങ്ങളുടെ കാരണവരായിട്ട് മധുസാറിന് കിട്ടിയത്, സിദ്ദിഖ് വന്നത് ഇതിനകത്ത്, അതേപോലെ തന്നെ സിദ്ദിഖിനെ പോലെ തന്നെ ശക്തമായൊരു കഥാപാത്രമായിട്ട് അപ്പുറത്ത് സായി കുമാർ ഉള്ളത്. പിന്നെ എൻ്റെ കൂടെ ത്രൂ ഔട്ട് എൻ്റെ തമാശകൾക്കും ചിരികൾക്കും എൻ്റെ കൺഫ്യൂഷനും മൊത്തം കൂട്ടു നിൽക്കാനായിട്ട് പുതിയ തലമുറയിൽ ആസിഫുണ്ട്, എൻ്റെ കൂടെ കൈലാഷുണ്ട്, അങ്ങനെ ഒരുപാട് പേര്, കലാഭവൻ ഷാജോണുണ്ട്, പല തരികടകളുമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. അങ്ങനെ ഞങ്ങളുടെ മൈലാഞ്ചി മഞ്ജുള്ള വീട്ടിലെ എല്ലാവരും തന്നെ ഈ കഥാപാത്രങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൾക്കാരായിരുന്നു. കനിഹയാണല്ലോ ഇതിൻ്റെ അകത്ത് ജയറാമേട്ടൻ്റെ നായിക. അപ്പോൾ നായിക പ്രാധാന്യം എത്രത്തോളം ഉണ്ട് ഈ ചിത്രത്തിൽ? നായികയാണ് ഏറ്റവും പ്രാധാന്യം. കാരണം ഇതിനകത്ത് സിനിമ തുടങ്ങുന്നത് തന്നെ നായികയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമുള്ള മൈലാഞ്ചിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് കഥയുടെ ഒരു ട്വിസ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ നായിക പ്രാധാന്യമുള്ളതാണ്. തുടക്കത്തിൽ തന്നെ ഇതിനകത്ത് ആര് നായികയായിട്ട് അഭിനയിക്കണം എന്നുള്ളത് വന്നപ്പോഴങ്ങനെ എല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു പേരാണ് കനികയുടെ. അവർക്ക് മുസ്ലിം ഡ്രസ്സ് ഇടുമ്പോൾ ഉണ്ടാകുന്നൊരു നല്ല ഭംഗിയില്ലേ, ആ ഭംഗി അവർക്ക് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജയറാമേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോംവർക്കിൻ്റെയോ അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, പൊതുവെ ഇപ്പോൾ ഈ ഇതിലെ ഒരു ക്യാരക്ടർ എന്നുള്ള മാത്രമല്ല, പൊതുവെ ഇപ്പോൾ ഏതൊരു സിനിമ വരികയാണെങ്കിലും എത്രത്തോളം ഹോംവർക്ക് ശരിക്കും ചെയ്യാം? ഹോംവർക്ക് അങ്ങനെ എല്ലാ സിനിമകൾക്കൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അത് അടുത്ത കാലത്തൊരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷാജി എൻകറിൻ്റെ സോപാനം എന്നുള്ള സിനിമയ്ക്ക് മാത്രമാണ്. കാരണം അതിനകത്ത് ഒരുപാട് ചെണ്ടയുടെ പല മൂഡുകൾ കൊട്ടി അവതരിപ്പിക്കാനുണ്ട്. അതിനകത്ത് തായമ്പ് കൊട്ടുന്നുണ്ട്, പഞ്ചാരി മേളം കൊട്ടുന്നുണ്ട്, പാണ്ഡ്യമേളം കൊട്ടുന്നുണ്ട്, അടന്ത കൊട്ടുന്നുണ്ട്, ഒരുപാട് തരത്തിലുള്ള മേളങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സ്ക്രീനിൽ കൊട്ടാനുള്ളതുകൊണ്ട്
ഒരു 1-2 മാസം അത് കൊട്ടി ഒരുപാട് സാധകം ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് ഇതിനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. കൊട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഇപ്പോൾ ഉത്സവ പ്രതീതി എന്ന് പറഞ്ഞാൽ ഉത്സവം എന്നുള്ള വാക്ക് കേട്ടാലും കൊട്ട് എന്ന് കേട്ടാലും ആന എന്ന് കേട്ടാലും ഒക്കെ പൊതുവേ ജയറാമേട്ടനെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ ശരിക്കും പറ്റുന്നുണ്ടോ? അല്ല, ഈ സിനിമയിൽ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ 55-60 ദിവസം ജീവിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ജീവിച്ച മധുസാറ് തൊട്ട് ആസിഫ് അലിയും ബാക്കി എല്ലാവർക്കും ഞാൻ ഒരു താങ്ക്സ് ആണ് പറയേണ്ടത്. കാരണം ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് തൊട്ട് ഞാനൊരു മേളത്തിന് വേണ്ടി ഒരു 25-30 ദിവസം സാധകം ഉണ്ടായിരുന്നു. മേളം ചെയ്യുന്നതിന് മുമ്പ് ഒരു 30 ദിവസം ഞാൻ സാധകം ചെയ്തു നന്നായിട്ട്. അപ്പോൾ രാവിലെ 4 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ 4 മണിക്ക് രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഷൂട്ടിംഗ് വന്ന് കിടക്കുന്നവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാവും ഞാൻ ഈ ചെണ്ട കൊട്ടുമ്പോൾ ഹോട്ടലിൽ. അപ്പോൾ അവരോടൊക്കെ ഞാൻ ആദ്യമേ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആസിഫ് അലിയൊക്കെ വിചാരിച്ചത് വളരെ നിസ്സാരമാണ്, ചേട്ടാ ചെണ്ട കൊട്ടിക്കാന്ന് ഒരു പ്രശ്നമില്ല വെച്ചാൽ അവന് ചെണ്ടയായിട്ട് അത്ര ഒരു വലിയ കാര്യങ്ങൾ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പൊടക്കോ എന്ന് പറഞ്ഞ് ശബ്ദം കാലത്ത് 4 മണിക്ക് കേട്ടപ്പോഴാണ് ഫസ്റ്റ് ഡേ അവൻ തലയണയൊക്കെ വെച്ച് മുഖമൊക്കെ മൂടി പഞ്ഞിയൊക്കെ വെച്ചൊക്കെ കിടന്നു നോക്കി. പിന്നെ അതങ്ങോട്ട് യൂസ്ഡായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി, ചേട്ടനൊന്ന് കൊട്ടിയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, ഇന്ന് ഇത്തിരി വൈകിപ്പോയി. അല്ല, കാരണം അതില്ലാതെ ഇപ്പോൾ ഉറങ്ങാൻ വയ്യാണ്ടായി. അപ്പം അങ്ങനെ ഇവരൊക്കെ എൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചാണ് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു 10-60 ദിവസം കഴിഞ്ഞ് ഒറ്റപ്പാലത്ത് നിന്ന് പോകുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ബാക്കി ആർട്ടിസ്റ്റുകളെ മധുസാറ് തൊട്ട് ബാക്കി ആസിഫ് അലി വരെയുള്ള ആളുകൾ ആനക്കമ്പക്കാരും കമ്പക്കാരൊക്കെ ആയിട്ട് മാറി എൻ്റെ കൂടെ. പൊതുവെ എന്താ പറയുക, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സാധിക്കുന്ന ഒരാൾ കൂടി ഉണ്ടെങ്കിൽ പൊതുവെ എല്ലാവരും ആ ഇൻഫ്ലുവൻസിലേക്ക് ആവുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. അതുപോലെ ആയിരിക്കും ജയറാമേട്ടൻ്റെ ഇപ്പം ഈ അല്ല, ഈ ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഒരു സെൻറ്റർ ആയിട്ടുള്ള സ്ഥലമാണല്ലോ, ആനയും അതും ചെണ്ടയും. പിന്നെ ആ സമയത്താണ്, ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് എനിക്ക് ഇപ്രാവശ്യത്തെ കലാമണ്ഡലത്തിൻ്റെ കേരള സ്റ്റേറ്റ് അവാർഡ് ചെണ്ടയ്ക്കുള്ളത് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ സെറ്റിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ചെണ്ട കൊട്ടും കാര്യങ്ങൾ. പിന്നെ ഈ രാവിലെ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ 8 മണിക്ക് 9 മണിക്കും കണ്ടാണ് ഈ ബാറിൻ്റെ കൗണ്ടർ തുറക്കുന്നത്, ഈ കിളിവാതിൽ തുറക്കുന്നത്. അപ്പോൾ ഈ കാലത്ത് 7 മണിക്ക് 6 മണിക്കൊക്കെ കുറച്ച് അടിക്കാനുള്ള ആൾക്കാർ നേരത്തെ വന്നിരിക്കും അവിടെ. അവർക്കൊക്കെ എൻ്റെ ഈ സാധകം ഒരു നല്ല DJ മ്യൂസിക് ആയിരുന്നു, ഫ്രീ ആയിട്ട്. കാരണം കാലത്ത് ഫസ്റ്റ് അടിച്ചിട്ട് അത് അടിക്കാനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. 10-25 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മേളം കഴിഞ്ഞ് ഞാനിത് നിർത്തിയപ്പോൾ അവരൊക്കെയായിരുന്നു ഏറ്റവും കംപ്ലയിൻറ്റ് ചെയ്തത്. ഞങ്ങൾ കാലത്ത് 2 അടിച്ച് ഫുൾ DJ ഫ്രീ ആയിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു, അത് ഇല്ലാണ്ടാക്കിയത്. ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിട്ടുണ്ടാവും ഇത് നിർത്തിയതിന്. അതുപോലെ തന്നെ ഇപ്പോൾ ജയറാമേട്ടൻ്റെ ഇപ്പോൾ ഇതിലെ ക്യാരക്ടറാണെങ്കിൽ ഒരു മുസ്ലിം പശ്ചാത്തലമുള്ള ഒരു കഥയും ഒരു ക്യാരക്ടറുമാണല്ലോ. നമുക്ക് ഈ ഒരു ഭംഗിയുള്ള ഫ്രെയിം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടണമെങ്കിൽ എല്ലാം ഒരു മുസ്ലിം പശ്ചാത്തലം ഉണ്ടെങ്കിലാണ് അത്ര. ഇപ്പോൾ ഹിന്ദിയിലാണെങ്കിലും കണ്ടിട്ടില്ലേ ഈ മുകളിൽ ഇതുള്ള സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും അതിൽ ആ ഭംഗി, അല്ലെങ്കിൽ ആ പാട്ടിൽ വരികളിലുള്ള ഭംഗി എല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് ആ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ ഇതിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. അപ്പോൾ അത്രയും കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ എല്ലാം കിട്ടിയിട്ടുള്ളത് ഈ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥയായതുകൊണ്ടാണ്. അത് എല്ലാവർക്കും അത്ര കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചേഞ്ചസ് ആ വിൻഡോ എല്ലാം പാനലൊക്കെ ഭയങ്കര കളർഫുൾ, എല്ലാം കളർഫുൾ ആയിരിക്കും. ഇടുന്ന ഡ്രസ്സുകൾ, ഈ മൈലാഞ്ചി ഫങ്ഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഡാൻസ് എല്ലാം 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 അതിനകത്ത് അത്രയും നന്നായിട്ട് ഇതെല്ലാം വർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് എൻ്റെ പെരുമ്പാവൂർ എന്നുള്ള സ്ഥലത്ത് എൻ്റെ സുഹൃത്തുക്കൾ പലരും തലശ്ശേരി, മാഹി ആ ഭാഗത്തുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തല്ല ഞാൻ പറയുന്നത്, ഞാൻ സ്കൂൾ ഫൈനൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ തലശ്ശേരിയിലൊക്കെ അവരുടെ വലിയ തറവാട്ടിൽ പോകുമ്പോൾ നമുക്കവിടെ കൊതിയാവും. കാരണം അത്രയും ആളുകളും കസിൻസും അവരുടെ മക്കളും അവരുടേതും എന്തൊരു കളർഫുള്ളാണെന്നറിയാം. ഇവരെല്ലാവരും കൂടി ഒരു ജോയിൻറ്റ് ഫാമിലി ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ജോയിൻറ്റ് ഫാമിലിയിൽ, ഒരു തലശ്ശേരി മാഹി പോലത്തുള്ള സ്ഥലത്ത് ഒരു വലിയ ജോയിൻറ്റ് ഫാമിലിയിലായിരുന്നു ഞങ്ങൾ 10-60 ദിവസം. അതിലൊരു അംഗമായിട്ടായിരുന്നു ഞാൻ. ഫുൾ ലൊക്കേഷൻ തന്നെ അങ്ങനെ ഒരു മൂഡിലേക്ക് പോയിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഒരു സാഹചര്യമാകുമ്പോൾ. ആർട്ട് വർക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ചിത്രത്തിൽ? ഇതിനകത്ത് ടെക്നിക്കൽ സൈഡിൽ എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളൊന്ന്. ഒന്ന് ഞാൻ നേരത്തെ ഡയറക്ടറുടെ കാര്യം പറഞ്ഞു, ബെന്നിയുടെ കാര്യം പറഞ്ഞു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്യാമറമാൻ അജയൻ വിൻസെൻ്റ്. അദ്ദേഹം ശരിക്കും ഒരു ലൈറ്റപ്പിലൊരു ചേഞ്ച് ഭയങ്കരമായിട്ട് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങൾക്കുണ്ടാകുന്ന ഭംഗി, ആ കളർഫുള്ളായിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു ഭംഗി അദ്ദേഹം പ്രത്യേക ലൈറ്റപ്പാണ് യൂസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ സുജിത് രാഘവ്,
ഏകദേശം ഒരു 1 കോടി രൂപയ്ക്ക് അടുത്തുള്ളൊരു മനോഹരമായിട്ടുള്ള സെറ്റ് ഇതിന് വേണ്ടിയിട്ട് ഒരു മണിമാളിക തന്നെ അദ്ദേഹം ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും അത് അങ്ങനെ തന്നെ അവിടെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും 100 കണക്കിന് ആൾക്കാരാണ് അത് കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ കാണാൻ വരുന്ന ആൾക്കാർ പോലും ഇത് ഒറിജിനലാണോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ സെറ്റ് ഇടുക എന്നുള്ളത്. കാരണം വരിക്കാശ്ശേരി മന എന്ന് പറയുന്ന അവിടുത്തെ ഒരു വളരെ ഒരു നമ്പൂതിരി ഇല്ലം പോലെ ഇരുന്നത് അത് ഒരു തലശ്ശേരി ഭാഗത്തുള്ള ഒരു മണിമാളിക പോലെ മാറ്റി അദ്ദേഹം. അപ്പോൾ അതിൻ്റെ ആർട്ട് വർക്ക് എടുത്ത് പറയേണ്ട ഒന്നാണ്. പിന്നെ ഓരോ ഇതിനകത്ത് പാട്ടിൻ്റെ സമയത്ത് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ. പിന്നെ ഇതിൻ്റെ പാട്ടുകൾ അഫ്സലും റഫീഖ് അഹമ്മദൊക്കെ ചെയ്തിട്ടുള്ള പാട്ടും ബിജിബാലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതൊക്കെ വളരെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. പാട്ടുകൾ മുഴുവനുണ്ട് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ, ഇത് മുഴുവനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളായിട്ട് രാത്രി ഒരു 9-9:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ചോദിക്കുന്നത് തന്നെ അതാണ്. അപ്പോൾ പാട്ടുപെട്ടി തുടങ്ങുകയല്ലേ സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് വന്ന സാധനങ്ങളൊക്കെ നിരത്തി രാത്രി ഒരു പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഷൂട്ടിങ് 2 മണി വരേക്കും 3 മണി 4 മണി വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ടൈം പാസ് ഈ പഴയ പാട്ടുകൾ കേട്ട്, അത് ഒരു ദിവസം മധുസാറിൻ്റെ കളക്ഷൻ ആയിരിക്കും, മധുസാർ അത് എൻജോയ് ചെയ്യും. മധുസാർ തന്നെ കേട്ടിട്ടില്ലാത്ത മധുസാറിൻ്റെ പഴയ പാട്ടുകൾ, എൻ്റെ പഴയ പാട്ടുകൾ, നസീസാറിൻ്റെ കളക്ഷൻസ് മുഴുവൻ ഞാൻ പറയും. അങ്ങനത്തെ എൻജോയബിൾ ആയിരുന്നു കേട്ടോ ഷൂട്ടിങ്. വളരെ ഇവരൊക്കെ ഉണ്ടായിരുന്നുണ്ട്. എല്ലാവരും കൂടെ ഒരു എന്താ പറയാ, ഇത്രയും ദിവസം ഒരു കംപ്ലീറ്റ് ഓൾറെഡി ഒരു ഫാമിലി ആയ പോലെ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു 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 ആ സിനിമയിൽ തന്നെ ഉണ്ടാവും. അത് അത്രയും. പക്ഷെ പൊതുവെ എന്താ പറയാ, ഏതൊരു സിനിമയിൽ ഇൻവോൾവ് ആകുമ്പോഴും ആ ഒരു സിനിമയില് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കൂടാറുണ്ട്, അതിൻ്റെ ആൾക്കാരോടൊക്കെ കൂടാറുണ്ട്. പക്ഷേ ഇത് ഇത്രയും അധികം ആൾക്കാരല്ലേ, 100, 200, 300, 500 ആൾക്കാരാണോ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട്. കാരണം പാട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അത്രയും ആൾക്കാരുണ്ട്. ഞാൻ തന്നെ ഇത്രയും ഒരു അധികം സ്റ്റാർ കാസ്റ്റുള്ള സിനിമ അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ല. ഇനി എന്താണ് ജയറാമേട്ടൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റുകൾ? ഇപ്പോൾ തമിഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമലഹാസൻ്റെ ഉത്തമ വില്ലൻ എന്നുള്ള സിനിമ, പിന്നെ ഭാഗ്യരാജിൻ്റെ തുണൈ മുതൽവർ എന്നുള്ള, ഭാഗ്യരാജ് ഡയറക്റ്റ് ചെയ്ത് അതിലെ പ്രധാന കഥാപാത്രം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് തമിഴിൽ ചെയ്യുന്നത്. മലയാളത്തിൽ ഏറ്റവും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്നൊരു സിനിമ മൈലാഞ്ചി മൊഞ്ചുള്ള വീട് തന്നെയാണ്. അടുത്ത ഏത് സിനിമ ചെയ്യണമെന്നുള്ളത് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പ്രേക്ഷകരോട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട്? തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്നതെന്നല്ല ഞാൻ പറയുന്നത്, ഒരു കുടുംബസമേതം ഒരു തിയേറ്ററിൽ പോയി ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളത് ഇഷ്ടപ്പെടും, നിങ്ങളുടെ കുട്ടികൾ ഒരുപാട് ചിരിക്കും. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ തന്നെ ഒരുപാട് എൻജോയ് ചെയ്യാവുന്ന വളരെ കളർഫുള്ളായിട്ടുള്ള, നിങ്ങൾ തിയേറ്ററിൽ മുടക്കുന്ന പൈസയ്ക്ക് വളരെ വേർത്തായിട്ടുള്ള ഒരു നല്ല ഫെസ്റ്റിവൽ മൂഡുള്ള മനോഹരമായൊരു സിനിമയാണ് മൈലാഞ്ചി മൊഞ്ചുള്ള വീട്. ആ മൊഞ്ച് എന്ന് പറയുന്ന പേരിൽ സൂചിപ്പിക്കുന്ന മൊഞ്ച സിനിമയ്ക്കകത്തുണ്ട് എല്ലാ രീതിയിലും. എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഇത് തിയേറ്ററിന് വേണ്ടി എടുത്തിരിക്കുന്ന അത്ര മനോഹരമായി പിക്ചറൈസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണണം. പതിവ് പോലെ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന, എൻ്റെ കുടുംബ സിനിമകൾ സ്നേഹിക്കുന്ന എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അത്രമാത്രമാണ് പറയാനുള്ളത്. എല്ലാ വിജയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നേരുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. അപ്പോൾ ജയറാമേട്ടൻ പറഞ്ഞ മാതിരി എല്ലാവരും തീർച്ചയായിട്ടും ഈ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പോൾ ജയറാമേട്ടന് എല്ലാവിധ വിഷസും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.